പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ എയർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന മേജർ കൺസേൺസിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തേതാണ് ഓസോൺ ഡിപ്ലീഷൻ. ഇപ്പോൾ ഓസോൺ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു, നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഒരു ലെയറാണ് ഈ ഓസോൺ ലെയർ. എന്താണ് ഈ ഓസോൺ ലെയർ, എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഓക്സിജന്റെ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ O2, അതായത് 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഓസോൺ എന്ന് പറയുമ്പോൾ ഈ 2 ഓക്സിജൻ മോളിക്യൂളിനെ കെമിക്കലി അത് സ്പ്ലിറ്റ് ആയിട്ട് ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ആറ്റംസിൽ ഏതെങ്കിലും ഒരെണ്ണം മറ്റൊരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് O3 എന്ന കെമിക്കൽ കോമ്പോസിഷനോട് കൂടി ഫോം ചെയ്യുന്ന മോളിക്യൂളാണ് ഈ ഓസോൺ. ഇപ്പോൾ ഈ ഓസോൺ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഉള്ളതുകൊണ്ടാണ്, ഈ ഓസോണിൻ്റെ ഒരു ലെയർ ഉള്ളതുകൊണ്ടാണ് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷനെ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷനെ ഇത് തടഞ്ഞു നിർത്തുകയും അത് പിന്നീട് നമുക്ക് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലേക്ക് വരാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ഓസോണിൽ ഒരു ഹോള് കണ്ടെത്തി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. ഈ ഹോള് ഫോം ചെയ്യാനുള്ള മേജർ റീസണാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. ഈ CFCയുടെ ഫുൾ ഫോം പഠിച്ചോണം, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ ഗ്യാസ് ആണ്. അതായത് നമ്മൾ എയർ കണ്ടീഷണേഴ്സ് റിലീസ് ചെയ്യുന്നു, അതേപോലെ റെഫ്രിജറേറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു, പെയിൻറ്റിൽ നിന്നൊക്കെ റിലീസ് ആവുന്ന ഒരു ടൈപ്പ് ഗ്യാസാണ് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. അപ്പോൾ ഇത് നമ്മുടെ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കാരണം നമ്മുടെ ഓസോൺ ലെയറിൽ ഒരു ഹോൾ ഉണ്ടാവുകയും അതുവഴി കുറേ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ എയർ പൊല്യൂഷൻ്റെ ഒരു മേജർ എഫക്റ്റാണ് ഈ ഓസോൺ ലെയറിലെ ഡിപ്ലീഷൻ, അല്ലെങ്കിൽ ഓസോൺ ലെയറിലെ ഹോൾ എന്ന് പറയുന്നത്. ഇനി ഈ ഓസോൺ ലെയറിലെ ഹോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഹോൾ വലുതാവുന്നത് തടയാനായിട്ട് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് വേൾഡ് നേഷൻസ് എല്ലാം കൂടി ചേർന്ന് ഒരു മോൺട്രിയൽ പ്രോട്ടോക്കോൾ സൈൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്, അതായത് ഈ CFCയുടെ യൂസ് കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ, അതിൻ്റേതായ പ്രൊവിഷൻസും റൂൾസും ഒക്കെ എസ്റ്റാബ്ലിഷ് ആയത്. ഓസോൺ ഹോളിൻ്റെ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞു കൂട്ട് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഇന്ത്യ ഹാസ് സൈൻഡ് ദ മോൺട്രിയൽ പ്രോട്ടോകോൾ വിച്ച് എയിംസ് ടു കൺട്രോൾ ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇനിയും ഈ ഓസോൺ ഡിപ്ലീഷൻ കാരണം ഉണ്ടാകാവുന്ന എഫക്ട്സ് എന്തൊക്കെയാണ്? എഫക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അപ്പോൾ ഹ്യൂമൻ ഹെൽത്തിനെ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കാറ്ററാക്ട് പോലുള്ള അസുഖങ്ങൾ, നമ്മൾ പ്രായമായ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു തിമിരം എന്ന് പറയുന്ന ഇഷ്യൂ ആണ് ഈ കാറ്ററാക്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓസോൺ ഹോൾ വലുതാവുകയും അതുവഴി കൂടുതൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉള്ളിലേക്ക് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലേക്ക് എത്തുകയും ചെയ്യുവാണെങ്കിൽ കാറ്ററാക്ട് ഇഷ്യൂസ് ഒരുപാട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ സ്കിന്നിന് വരുന്ന സ്കിൻ ക്യാൻസർ പോലുള്ള ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വീക്കനിങ് അതിലേക്ക് ഇതും ലീഡ് ചെയ്യും. ഫുഡ് പ്രൊഡക്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഒരുപാട് പ്ലാന്റ്സിലേക്ക് തട്ടുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ നാച്ചുറലായിട്ട് ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് അതുവഴി ഡിസ്ട്രപ്റ്റ് ആവുകയും അതേപോലെ ലീവ്സിൻ്റെ പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒക്കെ ഹെൽത്ത് ഒരുപാട് റെഡ്യൂസ് ആവുകയും ചെയ്യുന്നു. പ്ലാന്റ്സിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റിനെ ഒക്കെ ഡാമേജ് ചെയ്യാൻ ഇത് കാരണമാകും. ഇനി ക്ലൈമറ്റിൻ്റെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരുന്നത്. ക്ലൈമറ്റിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന സിനാറിയോയിലേക്ക് ഇത് ലീഡ് ചെയ്യും. Atmospheric changes induced by pollution contribute to global warming. Observations of the Earth have shown beyond doubt that atmospheric constituents such as water vapor, carbon dioxide, methane, nitrogen oxides and CFCs trap heat in the form of infrared radiation near the Earth's surface. This is known as greenhouse effect. അപ്പം നമുക്ക് എയർ പൊല്യൂഷൻ പഠിക്കാൻ നേരം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ എന്താണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ ഈ മെൻഷൻ ചെയ്ത ഗ്യാസസ്, അതായത് വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, മീതെയിൻ, നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് CFCs, ഇത്രയും ഗ്യാസുകളെല്ലാം കൂടെ ചേർന്ന്
നമുക്ക് നമ്മുടെ എർത്തിലേക്ക് കടന്നു വരുന്ന സോളാർ ഹീറ്റിനെ തടഞ്ഞു നിർത്തുകയും അത് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ, ആവറേജ് ടെമ്പറേച്ചറിനെ തന്നെ കൂട്ടാനും കാരണമാകുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ കേസിൽ ഇപ്പോൾ ഈ പറഞ്ഞ പൊല്യൂട്ടൻസ് ഒന്നും ഇല്ല എങ്കിൽ സോളാർ റേഡിയേഷൻ നമ്മുടെ എർത്തിലേക്ക്, ട്രോപ്പോസ്ഫിയറിലേക്ക് എത്തുന്നു. അത് അതേപോലെ തന്നെ തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. എന്നാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഇപ്പോൾ ഈ മെൻഷൻ ചെയ്ത ഇത്രയും ഗ്യാസസ്, അതിൻ്റെ അമൗണ്ട് ഒരുപാട് കൂടിയത് കാരണം അത് ഈ എർത്തിലേക്ക് കടന്നു വരുന്ന ഈ റേസിനെ, ഇൻഫ്രാറെഡ് റേഡിയേഷനെ തടഞ്ഞു നിർത്തുകയും പിന്നീട് ഇതിനെ ബൗൺസ് ബാക്ക് ചെയ്യാൻ, തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് പോകാൻ അതിനെ സമ്മതിക്കാതെ എർത്തിൽ തന്നെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എർത്തിൻ്റെ ടെമ്പറേച്ചർ റേസ് ആകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കോസ് ചെയ്യുന്ന ഗ്യാസസുകൾ ഏതൊക്കെയാണെന്ന് ഓർത്തോണം. വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് CFCs. ഇതാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് സിനാരിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ആയിരുന്നു ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമ്മുടെ ആവറേജ് ആയിട്ടുള്ളവരിൽ എർത്തിൻ്റെ ഒരു ക്ലൈമറ്റിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. ക്ലൈമറ്റ് ചേഞ്ച് refers to a change in the average weather conditions that existed for an extended period of time. Air pollutants such as methane and black carbon are powerful, short-lived climate pollutants that contribute to climate change. Okay. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കോസ് ചെയ്യുന്ന ഗ്യാസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട 2 ഗ്യാസാണ് ഈ മീഥെയിനും അതേപോലെ ബ്ലാക്ക് കാർബൺ എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിൾ എക്സോസ്റ്റ് വഴിയൊക്കെ റിലീസ് ആവുന്ന ഒരു ഫോം ഓഫ് കാർബൺ ആണ്. അപ്പോൾ ഈ രണ്ടുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ കാരണമാകുന്ന 2 പൊല്യൂട്ടൻസ്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണ് മീഥെയിൻ ആൻഡ് ബ്ലാക്ക് കാർബൺ. ഇനി ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ജനറൽ ആയിട്ടുള്ള കോസുകൾ ഏതൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. നമ്മൾ കോല്, പെട്രോളിയം, ഡീസൽ അതേപോലത്തെ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്ത് അതുവഴി റിലീസ് ആവുന്ന എയർ പൊല്യൂട്ടൻസ് ആണ് മേജർ കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. റെഫ്രിജറൻസ് ആൻഡ് എയർ കണ്ടീഷണേഴ്സ് റിലീസ് CFCs, ക്ലോറോഫ്ലൂറോകാർബൺസ്. ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും എയർ പൊല്യൂഷന് കാരണമാകുന്നു. കാരണം ഈ ചെടികളും മരങ്ങളുമായിരുന്നു അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ ഫോട്ടോസിന്തസിസ് വഴി കുറേയൊക്കെ ഫിക്സ് ചെയ്യുന്നത്. മീഥേൻ എമിഷൻസ് ഒക്കേഴ്സ് ഡ്യൂ ടു അനേറോബിക് ഡീകമ്പോസിഷൻ അറ്റ് ഹ്യൂജ് ലാൻഡ് ഫിൽസ്. ഇപ്പോൾ ഈ ലാൻഡ് ഫിൽസിലൊക്കെ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുമ്പോൾ അവിടെ അനേറോബിക് ഡീകമ്പോസിഷനാണ് സംഭവിക്കുന്നത്. ഇതുവഴി ഒരുപാട് മീഥേൻ ഗ്യാസും റിലീസ് ആവുന്നുണ്ട്. അതേപോലെ ലൈഫ് സ്റ്റോക്ക് ഫാമിങ്, പൗൾട്രി ഫാമിങ്, അവിടെയൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റുകളിൽ നിന്നും അനേറോബിക് ഡീകമ്പോസിഷൻ വഴി മീഥേൻ ഗ്യാസസ് ഒരുപാട് റിലീസ് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കൺട്രോൾ മെഷേഴ്സ് എന്താണ്? പ്രൊമോട്ട് റിന്യൂവബിൾ എനർജി യൂസേജ്. നമ്മൾ സോലാർ എനർജി, വിൻഡ് എനർജി പോലുള്ള എനർജി, നമ്മളത് പിന്നീട് നമ്മുടെ എനർജി എന്ന ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എനർജി, റിന്യൂവബിൾ എനർജി കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, യൂസ് ചെയ്യുക. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് കൂടുതൽ യൂസ് ചെയ്യുക. അതേപോലെ അഫോറസ്റ്റേഷൻ, തിരിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. എനർജി കൺസംഷൻ റെഡ്യൂസ് ചെയ്യുക. വീടുകളിലെ ആയാലും ഓഫീസുകളിലെ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രീസിലായാലും എനർജി കൺസപ്ഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. അഡോപ്റ്റിംഗ് ദ 3R കൺസെപ്റ്റ്, അതായത് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്ന 3R കൺസെപ്റ്റ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒരു സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്ത എന്നാൽ എയർ പൊല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായിരുന്നു ആസിഡ് റെയിൻ. ഇപ്പോൾ ആസിഡ് റെയിനിൽ നിന്നും സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് pH ഓഫ് ആസിഡ് റെയിൻ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആസിഡ് റെയിൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഈ എയർ പൊല്യൂഷൻ വഴി അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന നൈട്രജൻ ആൻഡ് സൾഫർ ഓക്സൈഡ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ട്രോപ്പോസ്ഫിയർ ലെയറിൽ തന്നെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയും പിന്നീട് മഴയുണ്ടാകുമ്പോൾ ഈ മഴവെള്ളത്തിൽ ഇത് കലർന്ന് ഇത് മഴവെള്ളത്തിൻ്റെ ഒപ്പം താഴേക്ക് ഒലിച്ച് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാധാരണ ജനറലി നമ്മൾ നോർമൽ റെയിൻ വാട്ടറിൻ്റെ pH നോക്കുവാണെങ്കിൽ 5 അറൗണ്ട് ആയിരിക്കും, 5 to 5.5 ആയിരിക്കും, വിച്ച് ഇസ് സ്ലൈറ്റ്ലി അസിഡിക്, കുറച്ച് അസിഡിക് ആണിത്. എന്നാൽ ആസിഡ് റെയിൻ്റെ pH നമ്മൾ നോക്കുവാണെങ്കിൽ അത് 4ൽ താഴെ ആയിരിക്കും മിക്കപ്പോഴും. 4.5 ആ ഒരു റേഞ്ചിലായിരിക്കും ആസിഡ് റെയിൻ്റെ pH വരുന്നത്. അപ്പോൾ ഈ ആസിഡ് റെയിൻ്റെ കേസിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ചോദിക്കുന്നത്. ഏത് ഗ്യാസസ് ആണ് ആസിഡ് റെയിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ നൈട്രജൻ്റെ, സൾഫൈഡിൻ്റെ ഓക്സൈഡ്സ് ആണ് ആസിഡ് റെയിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് pH എത്ര എന്നുള്ളത് ആസിഡ് റെയിൻ്റെ.
ഇപ്പം 5-ന് താഴെ എന്ന് നമുക്ക് പറയാം. അതായത് യൂഷ്വലി നോർമൽ റെയിൻ വാട്ടറിൻ്റെ pH 5 to 5.5 ആയിരിക്കും. ഇപ്പോൾ 5-ന് താഴെ അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഓപ്ഷൻസിൽ 4 അല്ലെങ്കിൽ 4.5 ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. അപ്പം ജനറലി പറയുമ്പോൾ 5-ന് താഴെയുള്ള എല്ലാ റെയിനും ആസിഡ് റെയിൻ ആണ്. ഇനിയും സ്പെസിഫിക്കലി ചോദിക്കുവാണെങ്കിൽ pH അറൗണ്ട് 4 to 4.5 ആണ് ആസിഡ് റെയിൻ്റെ pH. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു എയർ പൊല്യൂഷൻ എന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.